നമസ്കാരം. നമുക്ക് ഫെങ്ഷുയി വാസ്തു രണ്ട് തരത്തിലുള്ള വാസ്തു ഉണ്ട്. ഒന്ന് ഭാരതത്തിൻ്റെ വാസ്തുവും ഒന്ന് ചൈനീസ് വാസ്തുവും. അപ്പോൾ നമുക്ക് ഫെങ്ഷുയിൽ എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ആ വീടിനെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ഫെങ്ഷുയെ കൊണ്ട് സാധിക്കും. പക്ഷേ അതിന് പൊളിച്ചു മാറ്റലുകൾ വേണ്ട. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, ആ വീട് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ദിക്കിലും വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് അതാത് സ്ഥലങ്ങളിൽ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ പരമാവധി കുറയ്ക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ഫെങ്ഷുയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിക്കായിട്ടുള്ള ചില ടൂളുകൾ, ചില ചിത്രങ്ങൾ, ചില രൂപങ്ങൾ, പിന്നെ ഈ 5 എലമെൻറ്റ്സിൽ വരുന്ന ചില ടൂളുകൾ ഒക്കെ നമ്മുടെ വീടിൻ്റെ ഓരോ ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് അതാത് ഡയറക്ഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ടൂളുകൾ കൊണ്ട് സാധിക്കും. അപ്പോൾ പല വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ് ചെല്ലുമ്പോഴത്തേക്ക് കണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് അക്വേറിയം, വാട്ടർ ഫൗണ്ടൻ, വാട്ടർഫാൾസിൻ്റെ പിക്ചർ എന്നിവ സ്ഥാനത്തല്ലാതെ പല വീടുകളിലും വെച്ചിട്ട് അവരതിൻ്റെ ദോഷവശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർ തന്നെ ഇത് സ്വയം അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് വന്ന് നിൽക്കുന്നത് എന്നുള്ളവർ അറിയുന്നില്ല. ഇവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന ചില എലമെൻറ്റുകളുടെ ബേസിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബാമ്പു. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവരും സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ആ ഇൻഡോർ പ്ലാന്റ് അതാത് ഡയറക്ഷനിലാണ് വെക്കുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് സൗഭാഗ്യങ്ങൾ ഫെങ്ഷു പ്രകാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്ലാന്റുകൾക്ക് സാധിക്കും. അതേസമയം ഇത് ഡയറക്ഷൻ മാറിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ പ്ലാന്റ് നമുക്ക് സമ്പത്ത് തരും അല്ലെങ്കിൽ ഹെൽത്ത് തരുമെന്ന് വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് വെക്കുന്നത് നല്ലതല്ല. അടുത്തത് ടൂൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ വർഷങ്ങളായിട്ട് ഒരു ഫെങ്ഷു കിറ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വീടുകളിലും നമുക്ക് ഒരുപക്ഷെ കൺസൾട്ടിങ്ങിന് എത്താൻ സാധിച്ചില്ല. അപ്പോൾ അത്തരക്കാർക്ക് അവർ വിളിച്ചിട്ട് സാർ ഇതിൻ്റെ കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? അപ്പോൾ നിങ്ങളുടെ അതിനകത്തൊരു കിറ്റ് വരും. അതിനകത്ത് ലാഫിംഗ് ബുദ്ധ ഉണ്ടാവും, 3 ലെഗ്ഡ് ഫ്രോഗ്, ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയ്സ്, ടൈഗർ, അത് കഴിഞ്ഞിട്ട് ചൈനീസ് കോയിൻസ്, 6 റോഡ് വിൻചെയ്യം, മിസ്റ്റിക് നോട്ട്, ഡബിൾ ഹാപ്പിനെസ്, അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ വെച്ചിട്ടുള്ളൊരു കിറ്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതിനകത്ത് തന്നെ ഒരു പിക്ചറും ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ സാധനങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ നിങ്ങൾ ലിവിങ് റൂമിൽ അത് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-21 ദിവസത്തിനകത്ത് തന്നെ നമ്മളിലേക്ക് ആ ഒരു എനർജി ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫെങ്ഷുയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നെറ്റിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്, അല്ലാതെ എൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അതാത് ഡയറക്ഷനിലാണ് നിങ്ങൾ കൃത്യമായും ഈ ടൂളുകൾ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഫെങ്ഷുയുടെ കിറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് വെറുതെ ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെയല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മളായിട്ട് എടുക്കേണ്ട ഒരു ആക്ഷനുണ്ട്. ആ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ നമ്മൾ എടുക്കുന്ന ആക്ഷൻ, അതിൽ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് ഒരിക്കലും കിറ്റ് വാങ്ങിച്ചു വെച്ചുകൊണ്ടൊരു ഫലം കിട്ടുമെന്ന് അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച് ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. നന്ദി.